ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, ടിപ്സ് ആൻഡ് നോളജ് ആയിക്കോട്ടെ, വല്ല ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് 10 days 10 ഡീപ്പ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചലഞ്ചായിട്ടാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് ഫസ്റ്റ് ഡീപ്പ് ഇൻ പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനിയൊരു കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം നമ്മൾ എന്ത് ചെയ്യും, 10 ഡീപ്പ് ഇൻ പ്രൊജക്റ്റ് ആയിരിക്കും പറയുക. ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരുപാട് ബാക്കപ്പ് ഒക്കെ ഉള്ള, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ നല്ല പ്രൊജക്റ്റ് ആണെന്ന് തോന്നുന്ന പ്രൊജക്റ്റുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ പറയുന്നത്. അപ്പോൾ ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീപ്പ് ഇൻ പ്രൊജക്റ്റിനെ പറ്റിയിട്ടും അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് അപ്ഡേറ്റും അനൗൺസ്മെൻ്റ് ഒക്കെ ഇങ്ങനെയുള്ള ഓരോ വീഡിയോ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഏത് പ്രൊജക്റ്റ് ആണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ സോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു ഡേ 1 നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റ് ഫസ്റ്റ് തന്നെ എടുത്തതെന്ന് ചോദിച്ചാൽ ഈസി ടു യൂസ് ആണ്. നമുക്കിതിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഒന്നും ഫേസ് ചെയ്യുന്നില്ല. റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരുപാട് ഡീപ്പ് ഇൻ പ്രൊജക്റ്റിനെ പോലെ ഒരുപാട് ഒരു എറർ ഇല്ലെങ്കിൽ ഒരു ബഗ്ഗൊന്നും നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് കാണാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പ്രൊജക്റ്റായിട്ട് സോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫ്രീ ഏൺ ബൈ ദ ഫസ്റ്റ് MCP ഡീപ്പ് ഇൻ നോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ മൾട്ടി കോൺട്രാക്ട് പോയിനർ അല്ലെങ്കിൽ പോയിനറിങ് മൾട്ടി കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൊജക്റ്റ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആൾറെഡി യൂസ് ചെയ്തിട്ടുള്ള നോട്ട് പേയും ഗ്രേഡിയൻറ്റും ബ്ലെസ്സും അതേപോലെയുള്ള ഒരു നോഡ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എക്സ്റ്റൻഷൻ ആയിട്ട് ആഡ് ചെയ്യണം. അത് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ഒന്നും കൂടി നോക്കാം, ഫണ്ടിങ് എത്രയാണെന്ന് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വാട്ട് ഈസ് സോളിക്സ്? ഫസ്റ്റ് MCP പവേർഡ് ഡീപ്പ് ഇൻ പ്രൊജക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോയിനർ മൾട്ടി കോൺട്രാക്ട് ടെക്നോളജി ഫോർ ഡീസെൻട്രലൈസ്ഡ് നെറ്റ്വർക്ക് ഷെയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള നെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള നെറ്റ് ഡാറ്റയൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്താണ് ഇതിൽ ഒരുപാട് നോഡിൽ നമുക്കിതിൽ ഫാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. ഏൺ റിവാർഡ് ലൈക്ക് ഓട്ടോമാറ്റിക് സിലിക്സ് ഏണിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ ഈ സോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ എന്ത് ടോക്കൺ ആയിട്ടാണ് വരാൻ പോകുന്നത്, സിലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള XLIX. ഞാൻ പറയുന്നതിന് തെറ്റുണ്ടെങ്കിൽ എന്തായാലും സ്പെല്ലിംഗ് വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എൻഹാൻസ് കണക്ടിവിറ്റി, ബിൽഡിംഗ് എ ഫാസ്റ്റർ മോർ റെസിലൻറ്റ് ഡീസെൻട്രലൈസ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇവർ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഒരുപാട് പോയിന്റ്സ് ഒക്കെ കിട്ടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് വിത്ത് ഷെയറിംഗ് കൺവേർട്ട് അൺയൂസ്ഡ് ഇൻ്റർനെറ്റ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ഡീപ്പ് ഇൻ പ്രൊജക്റ്റിൽ എന്താണ് ചെയ്യുന്നത്, അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺയൂസ്ഡ് ഇൻ്റർനെറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ആവുക എന്നുള്ളൊരു കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റാണ്, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ TG ഉണ്ടാവണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് പ്രോഫിറ്റ് കിട്ടണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ മേ ബി കിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇപ്പോൾ തൊട്ട് തന്നെ ഇതിൽ ഈഗർലി അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നല്ല രീതിയിൽ തന്നെ ഒരു ആക്റ്റീവ് ആയി എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ നല്ല ലീഡർ ബോർഡിലാണ് നമ്മളെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ സോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റാർട്ട് ഏണിംഗ് ഇൻ 3 സ്റ്റെപ്പ്, 3 സ്റ്റെപ്പ് വഴി തന്നെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് അവൻ്റെ ഡീപ്പ് ഇൻ എക്സ്റ്റൻഷൻ ചെയ്യുക, അതിൽ കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇതിൻ്റെ സോഷ്യൽ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അത്ര മാത്രമാണ് നമുക്കിവിടെ ഉള്ളൂ. അപ്പോൾ ഇവർ എത്രത്തോളം മില്യൺ ഫണ്ടിങ് ആണ് റേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 29.5 മില്യൺ ഫണ്ടിങ് ആണ് ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കപ്പ് ആരാണ് ഇല്ലെങ്കിൽ ഇത് ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഇതിന് ആരാണ് ഇത്രത്തോളം ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഈ ലിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള എലിപ്പ് ഫൗണ്ടേഷനാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇതിനൊരു ഫണ്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നതിൽ വല്ല പെട്ടെന്ന് തെറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയല്ല, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തെറ്റൊക്കെ വരുന്നത്. അപ്പോൾ ഈ ക്ലിപ്പ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് അതിൻ്റെ ആൾറെഡി തന്നെ ഒരു 2 പ്രൊജക്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ വളരെയധികം എന്താണ് വാല്യൂ ഒക്കെ കുറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ ഈ ഒരു സോളിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ 29.something മില്യണൊക്കെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു പ്രൊജക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ജോയിൻ ആവാത്ത ആൾക്കാർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, എക്സ്റ്റൻഷൻ്റെ ലിങ്ക് കൊടുക്കാം, ഡാഷ്ബോർഡിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ഏണിങ് ചെയ്യാൻ തുടങ്ങാം. ഇനി എന്തായാലും അതിൻ്റെ ആ ഒരു നോട്ടിലേക്കും ഡാഷ്ബോർഡിലേക്കും നമുക്ക് പോകാം.
അപ്പോൾ ഡാഷ്ബോർഡിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുക. എന്തൊക്കെയാണ് കാണുകയെന്ന് പറഞ്ഞാൽ കണക്ഷൻ ക്വാളിറ്റി കാണാൻ പറ്റും, എൻ്റെ ഏണിങ്സ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരിൻ്റെ ഈ ഒരു സോഷ്യൽ ടാസ്ക് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. അതുമാത്രമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക. ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ ഒരു ലാപ്ടോപ്പൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ പോയിൻറ്റ്സ് കൂടാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഒന്നും ഇല്ല എങ്കിൽ കൂടി നമുക്ക് മൈസസ് ബ്രൗസറിൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് എല്ലാവർക്കും ഫാം ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് ഫാം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു TGE സമയത്തൊക്കെ നമുക്ക് വളരെയധികം ഒരു പ്രോഫിറ്റ് കിട്ടും. നമുക്കിപ്പോൾ ആൾറെഡി തന്നെ നോട്ട് പേയിലൊക്കെ ഒരുപാട് പ്രോഫിറ്റാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ഈ സോളിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സോഷ്യൽ ടാസ്ക് ഒന്ന് ട്വിറ്റർ ടാസ്ക് ഉണ്ട്, ഡിസ്കോഡ് ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഫോളോ ചെയ്യാൻ ട്വിറ്റർ ഫോളോ ചെയ്യാനുള്ള കുറച്ച് ടാസ്ക് ഉണ്ട്, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ സോളിക്സ് ആഡ് ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ ടാസ്കുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ടാസ്ക് ഒക്കെ അവിടെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്തിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എവിടെയാണ് റെഫർ ലിങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ മേലെ തന്നെ റെഫർ ലിങ്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ റെഫറൽസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടോട്ടൽ ഏണിങ്ങും അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ടോപ്പിൽ തന്നെ ആൾക്കാർ ഇവിടെ ഏണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ മെയിൽ ID വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. എൻ്റെ റെഫർ ലിങ്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫാം ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഈ സോളിക്സ് പ്രൊജക്റ്റിൽ കയറുക. നമുക്ക് ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു എക്സ്റ്റൻഷൻ്റെ ലിങ്കും ഞാൻ എവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എന്നാൽ മാത്രമാണ് പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ടെലിഗ്രാം വഴി കിട്ടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.